ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരെ പിന്തുണച്ച് മുൻ IPS ഉദ്യോഗസ്ഥയും ശാസ്തമംഗലം കൌൺസിലറുമായ ആർ ശ്രീലേഖ രംഗത്തെത്തിയത് വിവാദമായിരിക്കുകയാണ്. സംഭവത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതോടെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവർ പിൻവലിക്കുകയും ചെയ്തു. കണ്ഠര രാജീവുമായി 30 വർഷത്തിലേറെയായി തനിക്ക് പരിചയമുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അയ്യപ്പന് ദോഷകരമാവുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ലെന്നും ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കേസിന്റെ പോക്കിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അവരുടെ കുറിപ്പ്. അന്വേഷണം ആരംഭിച്ച് നാളുകളായിട്ടും ഭഗവാന്റെ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സ്വർണം പിടിച്ചെടുക്കാതെ ആചാരലംഘനം നടത്തിയെന്ന് പറഞ്ഞുള്ള ഈ അറസ്റ്റ് ആർക്കു വേണ്ടിയാണെന്നും പോസ്റ്റിൽ ചോദ്യമുയർത്തിയിരുന്നു. ആർ ശ്രീലേഖയുടെ പ്രസ്താവന ചർച്ചയായതിനു പിന്നാലെ അവർ പോസ്റ്റ് നീക്കം ചെയ്തു. അതേസമയം കേസിന്റെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. മന്ത്രിയായാലും തന്ത്രിയായാലും കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നായിരുന്നു കുമ്മനത്തിന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു നടപടി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ തന്ത്രിക്ക് കൃത്യമായി പങ്കുണ്ടെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നുമാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.